students, welcome back to our channel. 8ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്, ആനുവൽ എക്സാം. അപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് കൊടുത്തിട്ടുള്ളത്. പ്രിപ്പയർ എ പ്രൊഫൈൽ of Victoria Marie Hugo using the details given below. Use appropriate linkers whenever necessary. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ തയ്യാറാക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ച് ഹിന്റ് തരും. ആ ഹിന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ തന്നിരിക്കുന്ന പേഴ്സണെ കുറിച്ചിട്ട് പ്രൊഫൈൽ തയ്യാറാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ബർത്ത് 26 February 1802 France. Nickname Ocean Man. Occupations dramatist, essayist, politician. Notable works Rubelas, The Hunchback of Notre Dame. Death 22 May 1885 Paris, France. Okay. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പൊ ഇനി നമ്മൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു പ്രൊഫൈൽ തയ്യാറാക്കണം. അപ്പൊ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഒരു ബോക്സിലാക്കിയിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ആൻസർ വായിച്ചു നോക്കാം. വിക്ടർ മാരി ഹ്യൂഗോ. വിക്ടർ മാരി ഹ്യൂഗോ നമ്മൾ ഹെഡിങ് കൊടുത്തു. നമുക്ക് ആളെ കുറിച്ച് എഴുതാം. വിക്ടർ മാരി ഹ്യൂഗോ was born on 26th February 1802 in France. He was known as Ocean Man. He was a dramatist, essayist, and a politician. His famous works are Rubelas and The Hunchback of Notre Dame. He died on 22 May 1885 at Paris in Japan. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് പ്രൊഫൈൽ തയ്യാറാക്കാൻ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പ്രൊഫൈലാണ്. അപ്പൊ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും, നമ്മളത് ലിങ്ക് ചെയ്തിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി നെയിം എന്താ? രവീന്ദ്രനാഥ് ടാഗോർ. ബർത്ത് 7th May 1861. പ്ലേസ് ഓഫ് ബർത്ത് കൊൽക്കത്ത. നാഷണാലിറ്റി ഇന്ത്യൻ. നോട്ടബിൾ വർക്ക്സ് ഗീതാഞ്ജലി, മാനസി. Award Nobel Prize in Literature in 1930. Death August 7, 1941. ഓക്കെ, അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം, എന്ത് എഴുതാൻ പറ്റും? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ was a great Indian poet. He was born on 7th May 1861 in Kolkata. He wrote the national anthem of India. He was the first Indian poet to be awarded to the Nobel Prize in Literature. His notable works are Gitanjali and Manasi. He passed away on August 7, 1941. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു ഡയറി എൻട്രി തയ്യാറാക്കാനാണ്. അപ്പൊ ഡയറി എൻട്രി നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. The boy in the story, the nightingale and the rose, became really sad when he realized that his lover has rejected. അപ്പൊ നമ്മുടെ നൈറ്റിംഗൽ ആൻഡ് ദ റോസ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ ബോയ്ക്ക് എന്താണ്? ആ ലവ് റിജക്ട് ചെയ്തപ്പോ വളരെയധികം വിഷമായി. He poured his feelings down in the form of diary entry. അപ്പൊ എന്താണ്? ആ ബോയ് തന്റെ ഫീലിങ്സ് ഒക്കെ എന്ത് ചെയ്തു? ഒരു ഡയറിയിൽ എഴുതാന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി. ഓക്കെ, അപ്പൊ ആ ഡയറി എൻട്രി നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഡയറി എൻട്രി പ്രിപ്പയർ ചെയ്യുമ്പോഴും ബോക്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് കൊടുക്കുക, ഡേയും കൊടുക്കുക. ഓക്കെ, നമുക്ക് എഴുതാം. Today was an unforgettable day for me. അപ്പൊ ഇന്ന് എനിക്ക് എന്താണ്? മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. I realized that pure love has no values in this fake world. അപ്പൊ ഞാൻ റിയലൈസ് ചെയ്തു എന്ത്? യഥാർത്ഥ സ്നേഹത്തിന് ഈ ലോകത്ത്, ഈ ഫേക്ക് ആയിട്ടുള്ള ലോകത്ത് എന്താണ്? ഒരു വാല്യൂം തന്നെ ഇല്ല. She rejected my love and threw my red roses
to the street for accepting the person who gave her luxurious life. അപ്പൊ എന്താണ് അവൾ എന്ത് ചെയ്തു? ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട് അവള് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് റിജക്ട് ചെയ്തു. She doesn't know my effort behind the red rose. അപ്പൊ ഈ റെഡ് റോസിന്റെ പിന്നിലുള്ള എന്റെ എഫേർട്ട് എന്താണ് അവൾക്ക് അറിയില്ല. Not only me, the whole world and the nightingale stood with me to fulfill my dream. അപ്പൊ ഞാൻ മാത്രമല്ല ഈ ലോകം മുഴുവനും അതുപോലെ നൈറ്റിംഗലും എന്റെ കൂടെ എന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ എന്റെ കൂടെ നിന്നതാണ്. The nightingale sacrificed her life for my love. അപ്പൊ എന്റെ സ്നേഹത്തിന് വേണ്ടി എന്താണ് നൈറ്റിംഗൽ തന്റെ സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്തതാണ്. I really feel guilty towards me. അപ്പൊ അതെന്താ ഇതൊക്കെ ആലോചിക്കുമ്പോ എനിക്കൊരു ഗിൽറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. But I hope that good things are on the way. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ on the way വരാൻ പോകുന്നുണ്ട് എന്നാണ് എന്ന് പറഞ്ഞിട്ട് ആ ഡയറി നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് വേറൊരു ഡയറി എൻട്രി നോക്കാം. The lesson School of Sympathy highlights the values like sympathy and kindness. അപ്പോ നമ്മുടെ ലെസൺ ആയിട്ടുള്ള സ്കൂൾ ഫോർ സിംപതി എന്ന് പറയുന്ന ലെസൺ എന്താണ് സിംപതിനെയും അതുപോലെ കൈൻഡ്നസ് ആ വാല്യൂസ് ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. The writer E.V. Lucas was very much impressed by the education system of the school. അപ്പൊ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള E.V. ലുക്കാസിന് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടപ്പോൾ വളരെയധികം ഇംപ്രസ്ഡ് ആയി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഡയറി, അന്നത്തെ ദിവസത്തെ ഡയറി? പ്രിപ്പയർ എ ലൈക്ലി ഡയറി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റും പ്ലേസും ഒക്കെ കൊടുക്കാം. Today, I had the privilege of visiting the School of Sympathy and I must say I was very impressed with what I saw. അപ്പൊ ഇന്ന് എനിക്ക് എന്താണ് സ്കൂൾ ഓഫ് സിംപതി എന്ന സ്കൂൾ കാണാൻ പറ്റി. ഞാൻ അവിടെ കണ്ട കാര്യത്തിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. The education system at this school emphasize values such as empathy and kindness. അപ്പൊ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ എന്തിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്? എംപതിനെയും അതുപോലെ കൈൻഡ്നെസിനെയും ഒക്കെയാണ്. which are so important in today's world. ഇന്നത്തെ ലോകത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇതൊക്കെ. The children here are taught to be aware of feeling of others and to show compassion and understanding towards those who are less fortunate than themselves. അപ്പൊ എന്താണ് ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ ഫീലിങ്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളാണ്. What struck me most was what the teachers interacted with the students. They were patient and gentle yet firm when necessary. They encouraged the children to think for themselves and to express their opinion freely. പിന്നെ എന്നെ സ്ട്രക്ക് ചെയ്ത കാര്യം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ടീച്ചർ കുട്ടികളോട് പെരുമാറുന്ന ആ രീതിയാണ്. വളരെ ജെന്റിലായിട്ട് അവർക്ക് അവരുടെ ഒപ്പീനിയൻ ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്ന ഒരിത് അവരിൽ ഈ ടീച്ചേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. The students seemed happy and engaged in their learning and it was clear that they respected and admired their teachers. അപ്പൊ അവർ നല്ല ഹാപ്പി ആയിട്ടാണ് അവരവരുടെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അവര് ടീച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നു അതുപോലെ അഡ്മയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. I felt the school for sympathy feeling hopeful for the admire for the fortune. If more schools adopted this approach to education, I believe we could create a kinder, more compassionate society. It was truly inspiring experience. അപ്പൊ ഇങ്ങനെ എന്താണ് സിംപതിക്കും കൈൻഡ്നെസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ എന്താണ് അത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമുക്കൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ഡയറി എൻട്രി അവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഷൈലക്കിന്റെ character sketch. Okay, the Shylock had a vital role in the story The Merchant of Venice. By profession, Shylock is a money lender. Money lending becomes something crucial if money lender becomes an exploiter by charging excessive rates of interest. അപ്പൊ ഷൈലോക്ക് എന്താണ്? ഷൈലോക്ക് എന്ന് പറയുന്നത് The Merchant of Venice എന്ന് പറയുന്ന സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആണ്. ബൈ പ്രൊഫഷൻ ആരാണ് ഷൈലോക്ക്? ഒരു മണി ലെൻഡർ ആണ്.
money lending becoming crucial if a money lender becomes an exploiter by charging excessive. അപ്പോൾ എന്താണ് ഈ മണി ലെൻഡിങ് എന്ന് പറയുന്നത് ഒരു ചൂഷണമായി മാറും എപ്പോഴാണ് ഇങ്ങനെ ഷൈലക്കിനെ പോലുള്ള ഒരു ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ. ഷൈലക് is a money lender who tries to enrich himself and to increase wealth by exploring the financial needs of others. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് നോക്കിയിട്ട് അവർക്ക് എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് അവരായിട്ട് ആ ഇൻട്രസ്റ്റ് മേടിച്ചിട്ട് എന്താണ് പണക്കാരനാവണം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണ് ആർക്ക്? ഷൈലക്കിന്. One reason why he hates Antonio is that Antonio lends money to needy person without charging any interest at all, and Antonio thus brings down the rate of interest in Venice. എന്താണ് അപ്പോ ഈ അന്റോണിയോനെ ഷൈലക്ക് വെറുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്റോണിയോ എന്താണ് ചെറിയ റേറ്റിന് ആവശ്യക്കാർക്ക് പലിശക്ക് കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഷൈലക് ഹാസ് ഓൾറെഡി a lot of wealth but his craving for money is not satisfied. This makes him contemptible person in the play. അപ്പൊ എന്താണ് ഷൈലക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഷൈലക്കിന് ഒരുപാട് വെൽത്ത് ഉണ്ട്, പക്ഷെ എന്താണ് അതിലൊന്നും അവന്റെ പണത്തിനോടുള്ള ആർത്തി തീർന്നില്ല. അപ്പൊ ഇതെന്താണ്? ഇത് അവനെ ഒരു കണ്ടംപ്റ്റബിൾ പേഴ്സൺ ആക്കി മാറ്റുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ fill in the blanks with correct words given in the brackets. ബ്രാക്കറ്റ്സ് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യണം. A cold, rainy and windy Saturday dash October. അവിടെ എന്താ വരിക? In October dash little boy was bored. October a little boy ആണ് വരിക. ഒരു little boy, a little boy was bored. He went dash to the kitchen where his mother was reading the newspaper. She went എവിടേക്കാണ്? He went down to the kitchen where his mother was reading the newspaper and he said, I don't know what to do. I am bored. Okay. I am bored and bored. Okay. അപ്പൊ ഇത് എന്താണ്? ഇതിവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിവിടെ ഓപ്ഷൻസ് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പൊ താഴെ ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പൊ അതാണ് ഓപ്ഷൻസിൽ വരിക. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ടോ നോക്കി വെക്കാം. ബോർഡിന്റെ അവിടുത്തെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ല, അത് ജസ്റ്റ് I am bored and bored അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.